ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ചാണ്. വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ ഇടയിലായിരിക്കും ഓരോ പോയിന്റ്സ് പറയുന്നത്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു അനിഹ ഡിസൈൻസ്. അപ്പോൾ ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ചിൻ്റെ അനദർ നെയിമാണ് ടാംബൂർ സ്റ്റിച്ച്. ഏതെങ്കിലും ഒരു ഷേപ്പിനെ ചെയിൻ സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്തെടുക്കുക, അതാണ് സംഭവം. ഞാനിവിടെ 2 ഷെയ്ഡ്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചെറിയ ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. ഈ കോർണറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും വർക്ക് ചെയ്തു തുടങ്ങുന്നതിന് മുൻപ് ഇതുപോലെ റിവേഴ്സിൽ ഒരു സ്മോൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ ത്രെഡ് ഊരിപ്പോകില്ല വേഗം. ഈ കോർണർ എത്തുമ്പോൾ നമുക്ക് ഇനി ഏത് ഡയറക്ഷനിലേക്കാണോ ചെയ്യേണ്ടത് അതിന് ഓപ്പോസിറ്റായിട്ട് റിവേഴ്സ് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡയറക്ഷനിലേക്ക് ചെയ്തു പോകാം. കണ്ടോ, ആ കോർണർ നല്ല പോയിന്റഡ് ആയിട്ട് കിട്ടി. അപ്പോൾ ത്രെഡിൻ്റെ കേസിലും ബീഡ്സിൻ്റെ കേസിലും കോർണർ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണേ. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ എൻഡ് നോട്ട് ഇട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കൊടുത്ത ഔട്ട്ലൈനിൻ്റെ തൊട്ടടുത്ത് ഗ്യാപ്പ് ഇല്ലാതെ വേണം നെക്സ്റ്റ് ലൈൻ സെറി കൊടുക്കാൻ. ഫാബ്രിക് കാണാൻ പറ്റരുത്, ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇവിടെ കോർണർ എത്തുമ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ആദ്യം കൊടുത്ത ചെയിനിൽ കയറ്റി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നെക്സ്റ്റ് ഡയറക്ഷനിലേക്ക് ചെയ്തു പോവാം. രണ്ട് കോർണർ എത്തുമ്പോൾ ഒരു ചെറിയ ചെയിൻ കൊടുത്തിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു പോവാം. ആദ്യം പറഞ്ഞ മെത്തേഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി സ്പേസ് വരില്ല. സെക്കൻഡ് മെത്തേഡിൽ ചില കേസസിൽ സ്പേസ് വരാറുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. കണ്ടോ, ഈ കോർണർ എത്തുമ്പോൾ ഞാൻ സെക്കൻഡ് മെത്തേഡാണ് ചെയ്തത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോസ് എല്ലാം ചെയ്യാം കേട്ടോ. ഇത്തിരി തിരക്ക് വന്നതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ഡിലേ ആയത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ട്, ഇഷ്ടമാകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ പറഞ്ഞ വീഡിയോസ് ഈ വീക്കും നെക്സ്റ്റ് വീക്കുമായിട്ട് ഇടാൻ ശ്രമിക്കാം. നെക്സ്റ്റ് ഷേപ്പ് നോക്കാം. ഡബിൾ സ്റ്റാൻഡ് സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുക.
അവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക. ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആ കോർണർ എത്തുമ്പോൾ ചെറിയ ചെയിൻ കൊടുത്തിട്ട് റിവേഴ്സിലേക്ക് ചെയ്യാം കേട്ടോ. ഇതിൽ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്, ഫാബ്രിക് വിസിബിൾ ആണ്. അതവിടെ നിൽക്കട്ടെ. ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ശരിയാക്കാം. ഇനി ആ സ്പേസ് വന്നിരിക്കുന്നിടത്ത് ചെയിൻസ് കൊടുത്ത് ഫില്ല് ചെയ്യുക. കണ്ടോ? അപ്പോൾ ആദ്യം ഇതുപോലെ സ്പേസ് വന്നാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ച് ഒത്തിരി വർക്ക്സിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്ന ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കണ്ടോളൂ. നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ഓൾ. ബൈ.